പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഡേവിഡിന്റെ ബുള്ളറ്റ് ഒരു പഴയ ഓടുമേഞ്ഞ 2 നില വീടിന്റെ മുന്നിൽ വന്ന് നിന്നതും അവിടെയുള്ളവരുടെ പ്രതികരണം മോദത്തെല്ലൊരു ആശങ്കയോടെ മിത്ര ബുള്ളറ്റിൽ നിന്നിറങ്ങി. വണ്ടിയുടെ ശബ്ദം കേട്ട് ഉള്ളിൽ നിന്നും ഒരു മധ്യവയസ്കൻ പൂമുഖത്തേക്ക് ഇറങ്ങി വന്നു. അയാളെ കണ്ടതും മിത്രയിൽ കുഞ്ഞു ഭയം നിറഞ്ഞു. അവളുടെ ഉള്ളിലെ പേടി മനസ്സിലാക്കിയെന്ന വണ്ണം ഡേവിഡ് അവളെ നോക്കി പേടിക്കണം നടത്തിൽ കണ്ണു ചിമ്മി കാണിച്ചു. അവളുടെ കയ്യും പിടിച്ചവൻ പടികൾ കയറി. മിത്ര തന്റെ മുന്നിൽ നിൽക്കുന്ന മധ്യവയസ്കനെ നോക്കി. എവിടേക്കോ ഡേവിഡിന്റെ മുഖഛായുണ്ട്. അവന്റെ അച്ഛനായിരിക്കും എന്ന് അവൾക്ക് തോന്നി. അയാളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവവും കണ്ട് മിത്ര തലതാഴ്ത്തി നിന്നു. ഐസക് ഡേവിഡിന്റെ പിറകിൽ പേടിയോടെ തലതാഴ്ത്തി നിൽക്കുന്ന മിത്രയെ നോക്കി. കണ്ടാൽ 20 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ചെറിയൊരു പെൺകുട്ടി. കണ്ണുകളെല്ലാം കരഞ്ഞതിന്റെ അടയാളമായി വീർത്തിട്ടുണ്ട്. ചുണ്ടുകൾ ഇപ്പോഴും വിറക്കുന്നുണ്ട്. കബളിൽ അടികിട്ടിയ പാട് ചുവന്ന് കിടപ്പുണ്ട്. അഴിഞ്ഞുലിഞ്ഞ മുടിയും ഡ്രസ്സും. അവൾ ആ കോലത്തിൽ കണ്ടപ്പോൾ അയാൾക്ക് സഹതാപം തോന്നി. അപ്പോഴേക്കും 2 ചെറുപ്പക്കാർ കൂടി ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. ഡേവിഡിന്റെ മുന്നിൽ മുഖം താഴ്ത്തി നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഇരുവരും കാര്യമറിയാതെ നിന്നു. ഡേവിഡ് അവളെ താലി കെട്ടി കൂടെ കൊണ്ടുവന്നത് ഐസക്കിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതും വളരെ ചുരുക്കി. അപ്പച്ച, ഡേവിഡ് ആ അന്തരീക്ഷത്തിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി വിളിച്ചു. ഉള്ളിലേക്ക് കയറി വാ രണ്ടും. ഡേവിഡ് പറഞ്ഞു തുടങ്ങും മുമ്പേ അതിനെ തടയാനെന്ന വണ്ണം അതും പറഞ്ഞ് ഉള്ളിലേക്ക് നടന്നു. പേടിക്കണ്ട, താൻ വാ. ഈ പുറമേ കാണുന്ന ഗൗരവമുള്ള ഒപ്പച്ചന് പാവാ, അത് തനിക്ക് വൈകാതെ മനസ്സിലായിക്കോളും. കുഞ്ഞൊരു പുഞ്ചിരിയോട് അതും പറഞ്ഞ് ഡേവിഡ് ഉള്ളിലേക്ക് പോയതും തെല്ലരും അടിയോടെ മിത്രയും അവന്റെ പിറകെ പോയി. അല്ല, മാർക്കറ്റിലേക്ക് പോയ ഡേവിച്ചൻ പെൺകുട്ടിയായിട്ടാണല്ലോ വന്നത്. ഈ ഡേവിച്ചൻ മാറിപ്പോയോ? ഡേവിഡിന്റെ പിന്നാലെ കയറിപ്പോകുന്ന മിത്രയെ നോക്കി കുഞ്ഞൂട്ടം പറഞ്ഞു. അവന് ശരിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. മിണ്ടാതെ പാടാ. അവന്റെ കയ്യിൽ നിന്ന് പിച്ച് ഡാൻ ഉള്ളിലേക്ക് പോയി. സ്വീകരണ മുറിയിലെ സെറ്റിയിൽ ഐസക്കിന്റെ ഓപ്പോസിറ്റായിട്ട് അവരും ഇരുന്നു. ഡേവി നടന്ന കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. ഡേവി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും എല്ലാവർക്കും തലകുനിച്ചിരുന്ന് കണ്ണുനീരൊപ്പം മിത്രയോട് പാവം തോന്നി. ഒപ്പം ഇത്രയും വർഷം പോറ്റി വളർത്തിയിട്ടും തന്റെ മകളെ മനസ്സിലാക്കാത്ത അവളുടെ വീട്ടുകാരുടെ ദേഷ്യവും. ഇനി എന്താ ഡേവിഡ് നിന്റെ തീരുമാനം? എല്ലാം കേട്ട് നിശ്വസിച്ചുകൊണ്ട് ഐസക് ഡേവിഡിനോട് ചോദിച്ചു. ഇവളുടെ വീട്ടുകാരെ പതിയെ സത്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരിച്ചുവിടാം. വേണ്ട, ഞാൻ എങ്ങോട്ടേലും പോക്കോണ്ട്. ഡേവി പറഞ്ഞു മുഴുവനാക്കാൻ മുമ്പായി അതുവരെ മിണ്ടാതെ നിന്ന് മിത്ര പെട്ടെന്ന് പറഞ്ഞു. എങ്ങോട്ട്? മിത്ര പറഞ്ഞത് കേട്ട് ഐസക് ചോദിച്ചതും മിത്ര മറുപടി ഒന്നും ഇല്ലാതെ തലതായിട്ട് നിന്നു. ദേ കൊച്ചേ, ആവശ്യമില്ലാത്ത തീരുമാനം എടുക്കണ്ട. ഇവിടുന്ന് ഇറങ്ങിയ കൊച്ചിന് പോകാൻ വേറെ ഇടയില്ലെന്ന് ഇതിനോടകം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഇവിടുന്ന് പോകണ്ട. കൊച്ചിന് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ആർക്കും ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ലേലും എൻ്റെ മോൻ കെട്ടിയ മിന്നല്ലായോ കൊച്ചിൻ്റെ കഴുത്തില്. അതുമല്ല, കൊച്ചിൻ്റെ വീട്ടുകാരെ പോലെ അത്രയ്ക്ക് കണ്ണിൽ ചോരയില്ലാത്തവരല്ല ഈ കുരിശുമറ്റത്തുള്ളവര്. ഐസക് പറയുന്നത് കേട്ട് തലയുയർത്താനാകാതെ മിത്രയിരുന്നു. പിന്നെ കൊച്ചിൻ്റെ വീട്ടുകാർ കൊച്ചിൻ്റെ ഭാഗം കൂടി കേൾക്കാൻ തയ്യാറായാത്തത് അത് അവരുടെ തെറ്റ്. കൊച്ച് തെറ്റ് ചെയ്യാത്തോടത്തോളം ഇങ്ങനെ തലയും താഴ്ത്തിയിരിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മിത്ര ഒന്ന് മൂളിക്കൊണ്ട് അതേന്ന രീതിയിൽ തലയാട്ടി. ഡേവിഡ് തന്നെയായിരുന്നു മിത്രയ്ക്ക് അവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തത്. അവളുടെ മുഖത്തെ ക്ഷീണം കണ്ട് ഡേവിഡ് അവൾക്ക് തൻ്റെ റൂമിനടുത്തുള്ള റൂം നൽകി. ഒപ്പം ഫ്രഷായിട്ട് മാറ്റാൻ കുഞ്ഞുട്ടിൻ്റെ ട്രാക്ക് പാൻറ്റും ഒരു ടീഷർട്ടും നൽകി. തൽക്കാലം താൻ യൂസ് ചെയ്തു, നാളേക്ക് ഏതെങ്കിലും വഴി ഉണ്ടാക്കാം. താൻ ഇനി തന്നെ വേണ്ടാത്തവരോർത്ത് കരയണ്ട. ഇനി പഠിച്ചൊരു ജോലി വാങ്ങി സ്വന്തം കാര്യം നിൽക്കണം. ആ ഒരു ചിന്ത മാത്രം മതി തൻ്റെ ഉള്ളിൽ. പിന്നെ തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോടോ അപ്പച്ചനോടോ അവന്മാരോടോ മാടിക്കാതെ തുറന്നു പറയാം. താൻ ഫ്രഷായി വാ, ഏതെങ്കിലും കഴിക്കാം. അതും പറഞ്ഞ് ഡേവിഡ് പോയതും മിത്ര കഥക് ലോക്ക് ചെയ്ത് മിററിന് മുന്നിൽ ചെന്ന് നിന്നു. ഇന്നലെ രാത്രി ഫംഗ്ഷൻ കൊടുത്ത പട്ടുസാരിയാണ് വേഷം. അതും ആകെ ഉലഞ്ഞ് കിടപ്പുണ്ട്. ഇടുപ്പോളമുള്ള മുടി പിന്നീട്ട് മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട്. അതെല്ലാം വാടിക്കരിഞ്ഞ് മുടിയെല്ലാം പാറിപ്പറന്ന് കിടപ്പുണ്ട്. മിത്രയ്ക്കായി അവളുടെ കവിളിൽ തിണത്ത് കിടക്കുന്ന പാടിൽ തലോടി. ആദ്യമായാണ് തൻ്റെ അപ്പ തന്നെ അടിക്കുന്നത് എന്നോർത്തതും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും കടന്നും അവളിൽ നിർവികാരത്ത് നിറഞ്ഞു. പെടുന്നിനെ വ്യാസിന്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞു വന്നു. ഒപ്പം അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ചെവിയിൽ മുഴങ്ങുന്ന പോലെ തോന്നിയതും അവൾ ചെവി കുത്തിപ്പിടിച്ച് നിലത്തേക്ക് ഊർന്നിരുന്നു പൊട്ടിക്കരഞ്ഞു. ഒപ്പം നിഷ്കരണം തന്നെ തള്ളിക്കളഞ്ഞ ഏട്ടന്മാരെയും അപ്പയും ഓർത്ത് അവൾ കരച്ചിലിറക്കാൻ പാടുപെട്ടു. പെട്ടെന്ന് അവൾക്ക് ഐസക്കും ഡേവിഡും പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നതും തന്നെ വേണ്ടാത്തവരെ തനിക്ക് വേണം തീരുമാനമെടുത്ത്
അവർക്ക് വേണ്ടി ഇനി ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിക്കില്ലെന്ന ഭാഷയിൽ മുഖമമർത്തി തുടച്ച് ഡേവിഡ് കൊടുത്ത ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. പഴയ മോഡൽ വീടാണെങ്കിലും ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള കോമൺ ബാത്റൂമിലേക്ക് കയറി അവൾ ഡോറടച്ച് ഷവർ ഓണാക്കി അതിന് ചുവട്ടിൽ നിന്നു. തന്റെ റൂമിൽ കിടന്ന തന്നെ എങ്ങനെ അവർ പിടിച്ചു കൊണ്ടുപോയി എന്നത് അവളൊരു ചോദ്യചിഹ്നമായിരുന്നു. ഇനി നമുക്കിവരൊക്കെ പരിചയപ്പെടാം. ഐസക് മാത്യുവിന്റെയും മാവണിയുടെയും മൂത്ത മകനാണ് ഡേവിഡ് ഐസക് മാത്യു എന്ന ഡെവിച്ചൻ. ആളടുത്തുള്ള ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. രണ്ടാമത്തത് ഡാനിയൽ ഐസക് മാത്യു എന്ന ഡാനി. ആളിപ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഏറ്റവും ഇളയതാണ് ഡെവിൻ ഐസക് മാത്യു എന്ന എല്ലാവരുടെയും കുഞ്ഞൂട്ടൻ. ആളിപ്പോൾ +1 ആണ്. തീർത്തും ഒരു സാധാരണ കുടുംബമാണ് അവരുടേത്. ചുരുക്കി പറയുവാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഐസക്കിൻ്റെയും മാവണിയുടെയും ലവ് മാരേജ് ആയിരുന്നു. ഒരു ഹിന്ദു കുട്ടിയെ കല്യാണം കഴിച്ചത് കൊണ്ട് ഐസക്കിൻ്റെ വീട്ടുകാർ അവരന്ന് ഉപയോഗിച്ചതാണ്. അന്ന് ആവണിയെയും കൊണ്ട് സ്വന്തം നാടും വീടും വിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ അങ്ങോട്ട് തിരികെ പോവുകയോ അവരാരും തിരികെ വരികയോ ചെയ്തിട്ടില്ല. ഐസക് ടൗണിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. കുഞ്ഞുട്ടിന് 6 വയസ്സുള്ളപ്പോഴാണ് ആവണി ക്യാൻസർ വന്ന് മരിക്കുന്നത്. അന്ന് മുതൽ ഐസക് തന്റെ 3 മക്കളെയും മാടിയെ സഹായമില്ലാതെ വളർത്തി വലുതാക്കി. അപ്പന്റെ കഷ്ടപ്പാട് കണ്ട് വളർന്നത് കൊണ്ട് തന്നെ 3 പേർക്കും അപ്പനെ വലിയ കാര്യമാണ്. അപ്പന്റെ വാക്കിന് മറുത്ത് മറ്റൊരു വാക്ക് അവർക്കില്ല. ഇനി മിത്രയുടെ വീട്ടുകാരെ പരിചയപ്പെടാം. ദേവർമഠം എന്ന പേര് കേട്ട ബ്രാഹ്മണ കുടുംബത്തിലെ വാസുദേവൻ അയ്യർക്കും മോഹിനിക്കും 3 മക്കൾ. ദീക്ഷിത്ത്, ഭാര്യ കീർത്തി. ദീക്ഷിത്ത് അവരുടെ തന്നെ കുടുംബ ബിസിനസ്സുകൾ നോക്കുന്നു. രണ്ടാമൻ ദേവൻ ദീക്ഷിത്തിന്റെ ഒപ്പം കുടുംബ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നു. ഏറ്റവും ഇളയവളാണ് ദേവമിത്ര എന്ന കുഞ്ഞി. ഒപ്പം അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും അമ്മയുടെയും ഒക്കെ കുറുമ്പിപ്പെണ്ണ്. ആൾക്ക് PG ഫസ്റ്റ് ഇയർ ആണ്. അതും നമ്മുടെ ഡേവിഡ് വർക്ക് ചെയ്യുന്ന കോളേജിൽ. വലിയ സമ്പത്തുള്ള വീട്ടിലെയാണെങ്കിലും അവർക്ക് അതിൻ്റെ യാതൊരു ഭാവവുമില്ല. എല്ലാത്തിൽ നിന്നും ഒതുങ്ങി ഉൾവലിഞ്ഞൊരു പ്രകൃതം. എന്നും അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും തണലിൽ ജീവിക്കാൻ കൊതിച്ചത്. അവരോട് മാത്രം തന്റെ കുസൃതികളും കുറുമ്പും കാണിച്ച് നടക്കുന്ന ഒരു കുറുമ്പി. പിന്നെ ആൾക്ക് ഇത്തിരി വാശി കൂടുതലാണ്. ആ വാശിക്കാണ് അവൾ ഡേവിഡിന്റെ ഒപ്പം പോകുന്നത്. വാസുദേവന്റെ ഫ്രണ്ട് അശോകന്റെ മകൻ വ്യാസ്, അവനായിരുന്നു മിത്രയുടെ പ്രണയം. ഫ്രഷായി മിത്ര റൂമിലേക്ക് കയറി വാതിലടച്ചു. കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഡോറിൽ മുട്ടുകെട്ട് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മുന്നിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കുഞ്ഞുണ്ണിയാണ്. ഹാവു, ഞാൻ എടുത്ത് ഡോറ് തുറക്കാതെ കണ്ടപ്പോൾ പേടിച്ചു പോയി. മിത്രയെ നോക്കി കുഞ്ഞൂട്ടൻ പറഞ്ഞു. അവന്റെ ആദ്യമേ അറിയാവുന്ന വ്യക്തിയോടെന്ന പോലുള്ള ആ സ്വഭാവം അവളെ കുറച്ചൊക്കെ നേരെയാക്കി എടുത്തു. കുഞ്ഞൂട്ടൻ മാത്രമല്ല, ബാക്കിയുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു. അത് ഞാൻ കുളിക്കായിരുന്നു. ആ ചേട്ടത്തി വാ, താഴെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. കുഞ്ഞൂട്ടൻ അവളുടെ കൈ പിടിച്ച് ഓരോന്ന് പറഞ്ഞ് താഴേക്ക് പോയി. കൂടെ എല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് മിത്രയും. അവർ താഴെ എത്തുമ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നിരുന്നു. എന്തു പറ്റി, കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കാൻ മടിച്ചിരിക്കുന്ന മിത്രയെ നോക്കി അപ്പച്ചൻ ചോദിച്ചു. അത് പിന്നെ ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. പേടിയോടെ അക്ഷരങ്ങൾ തപ്പിപ്പെറുക്കി പറയുന്ന മിത്രയെ കണ്ട് എല്ലാവർക്കും ചിരി വന്നു. എന്നാ ഇതെടുത്ത് ചെറുതി. ഡാനി അവന്റെ അടുത്തിരിക്കുന്ന പയറുതോരനും അച്ചാറും അവളുടെ പാത്രത്തിലേക്ക് സേവ് ചെയ്തുകൊണ്ട് പറഞ്ഞതും രാവിലെ മുതൽ ഇത്രയും നേരമായിട്ടും ഒന്നും കഴിക്കാതെ വിശന്നിരിക്കുന്ന അവൾ അതെല്ലാം മുഴുവൻ വടിച്ച് കഴിച്ച്. അപ്പോഴേക്കും അവൾ ഡാനിയെയും കുഞ്ഞൂട്ടനുമായിട്ട് നന്നായി അടുത്തിരുന്നു. മുൻപരിചയമുള്ള ആളോടെന്ന പോലെയുള്ള അവരുടെ ഇടപെടൽ അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതുവരെ അനിയന്മാരില്ലാത്ത അവൾക്ക് അവർ സ്വന്തം അനിയന്മാരെ പോലെയായി. അവർക്കും അവൾ സ്വന്തം ചേച്ചി തന്നെയായിരുന്നു. അവളുടെ ചേട്ടത്തെ വിളി അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. വൈകിട്ട് ഡേവിഡിന്റെ അമ്മയുടെ ഒരു സാരിയും ഉടുത്താണ് അവൾ ഡേവിഡിന്റെ കൂടെ ആവശ്യമുള്ള ഡ്രസ്സ് വാങ്ങാൻ പോയത്. ഡേവിയുടെ വർഷങ്ങൾ പഴക്കമുള്ള ഡ്രസ്സാണെങ്കിലും തന്റെ ഭാര്യയുടെ ഓർമ്മയായ ഐസക് അതിപ്പോഴും സൂക്ഷിക്കുന്നത് കൊണ്ട് അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കാൻ പറ്റിയിരുന്നു. അത്യാവശ്യം വേണ്ട കുറച്ച് ടോപ്പും ലെഗിനും ചുരിദാറും സ്കാർട്ടും ടോപ്പും മറ്റും എടുത്താണ് അവരവിടെ നിന്ന് ഇറങ്ങിയത്. എല്ലാം വാങ്ങുമ്പോൾ താൻ കാരണം ഡേവി ബുദ്ധിമുട്ടുന്നതോർത്ത് മിത്രക്ക് വല്ലാത്ത വിഷമം തോന്നി. ഡേവിഡിന്റെ ഭാഗത്ത് നിന്നൊരു ഫ്രണ്ടിനോടെന്ന പോലുള്ള ഇടപെടൽ അവൾക്ക് ഇത്തിരിയെങ്കിലും ആശ്വാസം പകർന്നു. എന്നാലും താൻ കാരണം അവന്റെ ജീവിതം കൂടി പോകുമോ എന്ന പേടിയുള്ളിൽ നിറഞ്ഞു. എത്രയൊക്കെ പുറമെ സന്തോഷിച്ചാലും സ്വന്തം വീട്ടുകാർ അവളിൽ നോവായി നിറഞ്ഞു നിന്നു. ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ രാത്രിയായിരുന്നു. അവർ വരുമ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയത് കൊണ്ട് എല്ലാവരും അത് കഴിച്ച് കിടന്നു. തനിക്ക് നൽകിയ റൂമിൽ ഉറക്കം വരാതെ കിടക്കുമ്പോൾ മിത്രയുടെ ചിന്തകൾ നൂലുപൊട്ടിയ പട്ടം പോലെയായിരുന്നു. വീണ്ടും കഴിഞ്ഞതൊക്കെ കുത്തി നോവിക്കാൻ തുടങ്ങിയതും അവൾ കണ്ണുകൾ ഇറുകടിച്ച് കിടന്നു. അവൻ ദേഷ്യത്തിൽ കണ്ണിൽ കണ്ടതെല്ലാം എടുത്ത് എറിഞ്ഞൊടിച്ചു. ഡേവിഡിന്റെ കൂടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മിത്ര അത് വീണ്ടും വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയതും അവൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ എറിഞ്ഞൊടിച്ചു. മിത്രോ,
വിടില്ലടി നിന്നെ ഞാൻ. തൻ്റെ പദ്ധതികളെല്ലാം ചീറ്റിപ്പോയ ദേഷ്യത്തിൽ അതും പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അവൻ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു.